بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم: من سره أن يستجيب الله له عند الشدائد والكرب فليكثر الدعاء في الرخاء. വിശ്വാസമെല്ലാം പറഞ്ഞു, വിഷമസന്ധികളിലും അതേപോലെ തന്നെ ജീവിതം ദുഷ്കരമാകുമ്പോഴുമൊക്കെ അല്ലാഹുതആല തനിക്ക് തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ തൻ്റെ ആ സുഭിക്ഷതയിലും സമൃദ്ധിയിലും പ്രാർത്ഥനകൾ അധികരിപ്പിക്കട്ടെ. അതായത് വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് സന്തോഷവും ക്ഷേമവും ഉള്ള ആ അവസ്ഥകളിലും പ്രാർത്ഥനയിൽ മുടക്കം വരുത്തരുത്. പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം, സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നാം വളർത്തിയെടുക്കണം എന്നാണ് ഹദീസിലൂടെ തിരുമേനി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. എന്ത് വിഷമവും പ്രയാസവും ഉണ്ടെങ്കിലും അത് മാറ്റുവാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന ദൃഢവിശ്വാസം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഖുർആനിൽ സൂറത്തുൻ നംലിൽ 62-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ടല്ലോ: അമ്മ യുജീബുൽ മുദ്തറ ഇദാ ദഅാഹു വയക്ഷിഫു സ്സൂഅ വയജഅലകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. നിസ്സഹായനായ പീഡിതൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതും അവൻ്റെ പീഡ അകറ്റുന്നതുമൊക്കെ അല്ലാഹു അല്ലാതെ മറ്റാരാണ്? അതുപോലെ തന്നെ നിങ്ങളെ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാക്കി മാറ്റി നിങ്ങൾ അല്പം മാത്രമേ അവനെ സ്മരിക്കുന്നുള്ളൂ എന്ന് അവിടെ അല്ലാഹു തആല ഉണർത്തുന്നുണ്ട്. അതുപോലെ സൂറത്ത് ഇബ്രാഹിം 37-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഉദ്ധരിക്കുന്നുണ്ട്. അതായത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ തന്നെ അവർ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്ന് പൊതുവെ നമ്മുടെ ആൾക്കാരിൽ പലരും പ്രാർത്ഥിക്കാൻ വിമുഖത കാണിക്കുന്നവരാണ്. പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു മാർഗം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്: റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യത്തി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബന ലിയഖീമുസ് സ്വലാത്ത ഫജഅൽ അഫ്ഇദത മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്ത് ലഅല്ലഹും യഷ്കുറൂൻ. അല്ലാഹുവേ, എൻ്റെ ഭാര്യ സന്താനത്തെയൊക്കെ ഈ ഒരു താഴ്വരയിൽ, ഒരു പച്ചപ്പുല്ല് പോലും മുളക്കാത്ത ഈ താഴ്വരയിൽ നിൻ്റെ ഗേഹത്തിൻ്റെ അടുത്തായിട്ട് ആദരണീയമായ നിൻ്റെ ഈ ഗേഹം, അതായത് കഅബയുടെ അടുത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ്. റബ്ബന ലിയുഖീമുസ് സ്വലാഹ്, അവർ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിന് വേണ്ടി ആണ്. അതുപോലെ തന്നെ അതുകൊണ്ട് അവരുടെ ജനങ്ങളുടെയൊക്കെ മനസ്സുകൾ, ഹൃദയങ്ങൾ അവരിലേക്ക് നീ ഇണക്കണമേ. ജനമനസ്സുകളിൽ അവരോട് അനുഭാവം ഉണ്ടാക്കണമേ. നല്ല നല്ല ഫലങ്ങൾ, പഴവർഗ്ഗങ്ങൾ അവർക്ക് നീ ഭക്ഷണം ആയി നൽകണമേ. റബ്ബന ഗഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. അദ്ദേഹം തുടർന്ന് ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പ്രകാരം പറയുന്നുണ്ട്: നിങ്ങളുടെ രക്ഷിതാവേ, എനിക്ക് നീ പുറത്തു തരണമേ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ പുറത്ത് കൊടുക്കണമേ. അതുപോലെ സത്യവിശ്വാസികൾ എല്ലാം
എല്ലാ സത്യവിശ്വാസികൾക്കും നീ വിചാരണ നാളിൽ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. വനൂഹനിദിനാദാ മിൻ ഖബ്ലു ഫസ്തജബ്നാ ലഹു ഫനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അദീം. ഇതിനു മുമ്പ് നൂഹ് പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിന് നാം ആ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകി. അങ്ങനെ ആ മഹാദുരിതത്തിൽ നിന്നും അദ്ദേഹത്തെയും അദ്ദേഹത്തെ കുടുംബത്തെയും നാം രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ആ വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ മറിയം, സൂറത്ത് മറിയമിൽ നമുക്കറിയാമല്ലോ, സക്കരിയ നബി അലൈഹിസ്സലാം അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി. ഖാല റബ്ബി ഇന്നി വഹനൽ അദുമു മിന്നി വസ്തഅല റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. സന്താന സൗഭാഗ്യമില്ലായിരുന്നു സക്കരിയ അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. അതായത് എൻ്റെ തല നരച്ച് മിന്നിത്തിളങ്ങുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്, എൻ്റെ അസ്ഥികളൊക്കെ ദുർബലമായിരിക്കുന്നു, അതായത് ഞാൻ അങ്ങേറ്റത്തെ പടുകിളവനായിരിക്കുന്നു എന്നർത്ഥം. പക്ഷെ നിന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ എനിക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്നെനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. എൻ്റെ അനന്തര തലമുറയെക്കുറിച്ച് ഞാൻ ഭയപ്പെടുകയാണ്. അതായത് എൻ്റെ പ്രബോധന ദൗത്യം ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്ന ഒരു സന്താനത്തെ എനിക്ക് തരയണമെന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചു. അദ്ദേഹത്തിന് യഹ്യ എന്ന പേരിലൊരു സന്താനത്തെ നൽകിയതായിട്ടൊക്കെ സൂറത്ത് മറിയമിൽ വളരെ വിശദമായി തന്നെ ആ കാര്യം വിവരിക്കുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയുണ്ടായി. അതായത് യൂസുഫ് തൻ്റെ പുന്നാര മകൻ യൂസുഫ് നഷ്ടപ്പെട്ട അവസരത്തിൽ വർഷങ്ങളോളം അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അള്ളാഹുവിനോട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നമാ അഷ്കു ബസി വഹുസിനി ഇലല്ലാഹ്. എൻ്റെ എല്ലാ ദുഃഖവും വേവലാതിയും വ്യതയുമൊക്കെ ഞാൻ അള്ളാഹുവിൽ സമർപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ മക്കളോട്, വലാ തൈഅസൂ മിൻ റൗഹില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. സത്യനിഷേധികളായ ആളുകളല്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും നിരാശപ്പെടുകയില്ല. അതായത് അദ്ദേഹം വർഷങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു യൂസുഫിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തല്ലോ അവസാനം. അതുപോലെ ഈ പറഞ്ഞ യൂസുഫ് നബി അലൈഹി സ്വലാം തന്നെ ഈജിപ്തിൽ തൻ്റെ കൊട്ടാരത്തിൽ താമസിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന ഒരു ദുരിതം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഉനി ഇലൈഹി വഇല്ലാ തസ്രിഫു അന്നി കൈദഹുന്ന. അല്ലാഹുവേ, ഇവർ എന്നെ ക്ഷണിക്കുന്ന ഈ ദുർവൃത്തിയിലേക്കുള്ള ഇവരുടെ ആ ക്ഷണമുണ്ടല്ലോ, അതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ജയിൽ ജീവിതമാണ് എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അദ്ദേഹം ജയിലിൽ അടക്കപ്പെടുന്നുണ്ട്. മറ്റൊന്ന് യൂനുസ് നബിയുടെ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. വദന്നൂനി ഇദ്ദഹബ മുഗാളിബൻ ഫളന്ന അൻ ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാതി അൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബി അദ്ദേഹം തൻ്റെ ജനത വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ, അദ്ദേഹത്തെയും അതേപോലെ തന്നെ അള്ളാഹുലും വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം കോപിഷ്ഠനായിക്കൊണ്ട് ആ നാട് വിടുകയാണ്. അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെയാണ് അദ്ദേഹം നാട് വിട്ടത്. അങ്ങനെ അദ്ദേഹം സമുദ്രത്തിൽ കപ്പലിൽ സഞ്ചരിക്കുന്ന അവസരത്തിൽ ആ കപ്പലിൽ നിന്ന് അദ്ദേഹത്തെ പുറന്തള്ളുന്നു. തദവസരത്തിൽ വലിയ തിമിംഗലം വന്ന് അദ്ദേഹത്തെ വിഴുങ്ങുന്നു. അങ്ങനെ ദിവസങ്ങളോളം തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ അദ്ദേഹത്തിന് കഴിച്ചു കൂട്ടേണ്ടി വന്നു. അദ്ദേഹം ആ അന്ധകാര നിബിഡമായ തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നീ അല്ലാതെ ഒരു ഇലാഹില്ല, സുബ്ഹാനക്, നീ എത്രയോ പരിശുദ്ധൻ, തീർച്ചയായും ഞാൻ അക്രമികളിൽപ്പെട്ടു പോയിരുന്നു
എന്ന് ഖേദത്തോടുകൂടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നാം സ്വീകരിച്ചു, അദ്ദേഹത്തെ ആ മഹാദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അപ്പോൾ കദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരം നാം സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നു. അതുപോലെ സൽക്കർമ്മികളായ ഭരണാധികാരികൾക്ക് തങ്ങളുടെ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ സുലൈമാൻ നബിയുടെ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഖാല റബ്ബി ഗ്ഫിർലി വഹബിലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി. അള്ളാഹുവേ, എൻ്റെ തെറ്റുകുറ്റങ്ങൾക്ക് നീ പുറത്തു തരണമേ, മറ്റൊരാളും അർഹിക്കാത്ത ആധിപത്യം നീ എനിക്ക് നൽകണമേ. ഇന്നക അൻതൽ വഹാബ്, നീ അതെല്ലാം പ്രദാനം ചെയ്യുന്നവനാണല്ലോ. മൺമറഞ്ഞു പോയ നമ്മുടെ മുസ്ലിം സഹോദരർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക ഗഫൂറുർ റഹീം. സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്തിലാണ് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത്. അതായത് അവർക്ക് ശേഷം വരുന്ന തലമുറകൾ അവർ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മുൻകഴിഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവരോട് യാതൊരുവിധ വിദ്വേഷമോ പകയോ ഒന്നും അവശേഷിപ്പിക്കരുതേ. ചുരുക്കി പറഞ്ഞ പ്രാർത്ഥനകൾ അത് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ഒരു ഉന്നതമായ ഒരു കർമ്മമാണ്. അപ്പോൾ ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനാ നിർഭരമായൊരു ജീവിതം നയിക്കണം എന്നാണ് ആ ആയത്തുകളിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനകൾ കഴിയുന്നത് അതുപോലെ പ്രാർത്ഥിക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ കാലത്ത് പ്രാർത്ഥന വളരെ അനിവാര്യമായൊരു സാഹചര്യമാണ്. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒരുപാടുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്, സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ട്, മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന ഒരുപാട് ഭീഷണികളും ആക്രമണങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ചും ഫലസ്തീൻ, അതേപോലെ ഒട്ടേറെ മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ ഒരുപാട് മുസ്ലിങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാമല്ലോ, എത്രയോ നിരപരാധികളായ പാവപ്പെട്ട ആളുകളാണ് ജനങ്ങളെ ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുകൂടി ഉണർത്തുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.